ഈ ഒരു വഴി നിങ്ങൾ നോക്കുക. ഇതിലൂടെ കാറ് അകത്തേക്ക് കയറ്റണം, അതേപോലെ തന്നെ തിരിച്ചിറക്കുകയും വേണം. ഇത് നല്ലൊരു കയറ്റമാണ്. കയറ്റം കയറി ഇങ്ങനെ വളഞ്ഞ് വീട്ടിലേക്ക് പോകണം. ഇതെങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നടന്നൊരു ട്രെയിനിങ്ങിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ പേടിയില്ലാതെ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ എവിടെ നിന്നുള്ളവർക്കും ഈ ക്ലാസ്സിൽ പങ്കെടുക്കാവുന്നതാണ്. പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾ നോക്കുക, വാഹനം പതിയെ ബാക്കോട്ടേക്ക് എടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. റിവേഴ്സ് എടുത്തിട്ടാണ് പിന്നീട് കറക്റ്റ് ഇതുവഴി താഴത്തേക്ക് ഇറക്കുന്നത്. വാഹനം റിവേഴ്സ് എടുക്കുന്ന സമയത്ത് രണ്ട് മിററും കൃത്യമായി നോക്കി മാക്സിമം റിവേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും മാക്സിമം റിവേഴ്സ് പോകുന്നുണ്ട്. അപ്പോൾ രണ്ട് മിററും കറക്റ്റായി നോക്കി സെൻറ്റർ മിററും കൂടെ നോക്കിക്കൊണ്ട് കൃത്യമായിട്ട് വാഹനം റിവേഴ്സ് എടുക്കുന്നു. അതിനുശേഷം എന്താ ചെയ്യുന്നത്, സ്റ്റിയറിങ് ഫുള്ളായിട്ട് റൈറ്റിലേക്ക് തിരിക്കാനാണ് പോകുന്നത്. കാരണം ഇത് റൈറ്റിലേക്കാണ് ടേൺ. അപ്പം അത് കൃത്യമായിട്ട് നോക്കുക. ഇപ്പോൾ സ്റ്റിയറിങ് ഫുള്ളായിട്ട് റൈറ്റിലേക്ക് തിരിക്കാൻ പോകുന്നു. തിരിച്ചിട്ടാണ് മുമ്പോട്ടേക്ക് വരുന്നത്. അപ്പോൾ തിരിക്കുന്ന സമയത്ത് ഈ പില്ലറിൻ്റെ ലെവലിൽ റൈറ്റ് മിറർ വരുന്ന സമയത്താണ് സ്റ്റിയറിങ് ഫുള്ളായിട്ട് തിരിക്കുന്നത്. അപ്പോൾ സ്റ്റിയറിങ് തിരിച്ചുകൊണ്ട് പതിയെ മുമ്പോട്ടേക്ക് എടുക്കുന്നു. ഇവിടെ ആക്സിലറേറ്റർ കൊടുക്കാൻ പാടില്ല. ക്ലച്ചും ബ്രേക്കും കൺട്രോൾ ചെയ്തിട്ടാണ് വാഹനം മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ പതിയെ മുമ്പോട്ടേക്ക് വന്നു, കണ്ടില്ലേ, ഇതേപോലെ വന്നു. ഇവിടെ റൈറ്റ് സൈഡ് ചേർന്നാണ് വാഹനം വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, റൈറ്റ് സൈഡ് ചേർന്ന് വരണം. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ഈ ടേണിലൂടെ കൊണ്ടുപോകാൻ വേണ്ടി കഴിയുകയുള്ളൂ. ലെഫ്റ്റ് മിറർ പില്ലറിന് നേരെ വരുന്ന സമയത്ത് സ്റ്റിയറിങ് കുറേശ്ശെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് വാഹനം പതിയെ താഴത്തേക്ക് ഇറക്കുന്നു. ബ്രേക്ക് കൺട്രോൾ നന്നായിട്ട് വേണം. ഇവിടെ പതിയെ പതിയെ വാഹനം താഴത്തേക്ക് ഇറക്കുന്നു. സ്റ്റിയറിങ് കുറേശ്ശെ തിരിച്ചുകൊണ്ടാണ് വാഹനം താഴത്തേക്ക് ഇറക്കുന്നത്. ഇങ്ങനെ ഇവിടം വരെ എത്തിയെന്ന് മനസ്സിലാവുമ്പോൾ സ്റ്റിയറിങ് സ്റ്റഡിയാക്കി പിന്നീട് മുമ്പോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇത് നല്ലൊരു ഇറക്കമാണ്, വളരെ ശ്രദ്ധിച്ച് പോകണം. അധികം വീതിയില്ലാത്തൊരു റോഡാണിത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വാഹനം ഈസി ആയിട്ട് താഴത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഇതേ വഴിയിലൂടെ വാഹനം മുകളിലോട്ട് കയറ്റാനും പറ്റണം. അപ്പോഴും ശ്രദ്ധിക്കണം, ഫസ്റ്റ് ഗിയർ മാത്രമാണ് അപ്പോഴും ഉപയോഗിക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ സെക്കൻഡ് ഗിയറിലൊന്നും ഇങ്ങനെയുള്ള കയറ്റവും ഇറക്കമൊന്നും ചെയ്യാണ്ടിരിക്കുക. മാക്സിമം ഫസ്റ്റ് ഗിയറിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കൺട്രോൾ നമുക്കുണ്ടാവും, എൻജിൻ ബ്രേക്കിംഗ് ഉണ്ടാവും. ഇപ്പോൾ അതേ വഴിയിലേക്ക് വാഹനം കയറ്റുന്നതാണ് നിങ്ങൾ കാണുന്നത്, കണ്ടില്ലേ. ഇതേപോലെ പതിയെ ഫസ്റ്റ് ഗിയറിൽ വാഹനം കയറ്റുമ്പോൾ കൃത്യമായിട്ടും ജഡ്ജ്മെൻറ്റ് ഉപയോഗിക്കുക. ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റും റൈറ്റ് സൈഡ് ജഡ്ജ്മെൻറ്റും ഇവിടെ കറക്റ്റായിട്ട് ഉപയോഗിക്കണം. ഇതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇതേപോലെ പതിയെ മുമ്പിലേക്ക് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് ചേർത്ത് പോകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ആ ഒരു വളവെത്തുന്ന സമയത്ത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ചേർത്ത് മുമ്പോട്ടേക്ക് എടുക്കുന്നു. മിറർ പില്ലറിൻ്റെ അവിടത്തേക്ക് എത്തുന്ന സമയത്ത് റൈറ്റിലേക്ക് തിരിച്ചുകൊണ്ട് അകത്തോട്ടേക്ക് കയറുന്നു, കണ്ടില്ലേ. അകത്തോട്ടേക്ക് കയറി കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം, പിന്നീട് റൈറ്റിലേക്ക് വീണ്ടും തിരിച്ചുകൊണ്ട് കറക്റ്റ് ആ ഒരു കാർ പോർച്ചിലേക്ക് വണ്ടി കയറ്റി വെക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതേപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയും. അപ്പോൾ പലതരത്തിലുള്ള വഴികളിലൂടെ നമുക്ക് ഡ്രൈവ് ചെയ്യേണ്ടി വരും. അതിന് കുറേ ട്രിക്കുകളൊക്കെ നമ്മൾ പ്രയോഗിക്കണം. ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ ഇങ്ങനെയുള്ള ട്രിക്കുകളൊക്കെയാണ് പഠിപ്പിച്ചു തരിക. അപ്പോൾ ഒരുപക്ഷേ നിങ്ങളുടെ വീട്ടിലേക്കൊക്കെ കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പലതരം ട്രിക്കുകൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള വഴികളിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഏത് റോഡിലൂടെയും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയും. അപ്പോൾ പലതരം റോഡുകളിലൂടെ ഡ്രൈവ് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണ് വേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് സ്വന്തമായിട്ട് വണ്ടി എടുത്തിട്ട് പുറത്തേക്കൊക്കെ പോകാനുള്ളൊരു ധൈര്യമൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ട്രിക്കുകളൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും. വെറും മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പേർട്ട് ഡ്രൈവർ ആകാൻ കഴിയും. എന്തായാലും ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ വാഹനം പോർച്ചിൽ നിന്നും റിവേഴ്സ് എടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്, കണ്ടില്ല. നമ്മൾ ആദ്യം കണ്ട അതേ കാര്യം തന്നെ മറ്റൊരു ആംഗിളിൽ നിന്ന് കാണുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതേപോലെ നിങ്ങൾക്കും ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു. ബൈ.